ഗുഡ് മോർണിംഗ്. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പം ഒരു മാസങ്ങൾക്ക് ശേഷം സ്കൂള് വീണ്ടും തുടങ്ങി, സ്കൂള് തുറന്നു. അപ്പം ഇത് നാട്ടിലല്ല കേട്ടോ, ഗുജറാത്തിലായതുകൊണ്ട് ഇവിടെ ദീപാവലി വെക്കേഷനായിരുന്നു ഒരു മാസത്തെ. അപ്പോൾ ഇനി മുതൽ രാവിലെ നമ്മുടെ ജോലികൾ തുടങ്ങണം. രാവിലെ എന്ന് പറഞ്ഞാൽ എന്നത്തേക്കായാലും കൂടുതൽ നേരത്തെ ഒന്ന് എഴുന്നേൽക്കണം. രാവിലെ കഴിക്കാനുള്ള നാസ്തയൊക്കെ സ്കൂളിൽ കൊടുത്ത് വിടണ്ടേ, കാരണം 7 മണിക്ക് സ്കൂളിൽ പോകണം. അപ്പോൾ അതിന് മുമ്പേ നമ്മൾ എഴുന്നേൽക്കണമല്ലോ. അപ്പം ഞാനൊരു 5:45 6 മണിയായപ്പോഴത്തേക്ക് എൻ്റെ പരിപാടികളൊക്കെ തുടങ്ങി കേട്ടോ. അപ്പോൾ രാത്രി ഞാൻ അപ്പത്തിന് മാവ് അരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒന്ന് പുളിച്ച് വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ അപ്പവും കടലക്കറിയും ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ തന്നെ ഇഡ്ഡലി പാത്രത്തിനകത്ത് വെള്ളം വെച്ചു വസുമോന് കുളിക്കാനായിട്ട്. അപ്പോൾ തണുപ്പൊക്കെ ചെറുതായിട്ട് തുടങ്ങിയിട്ടുണ്ട്. 6 മണിയിൽ ആ സമയമല്ലേ. അപ്പം അവൻ പറഞ്ഞ് കുറച്ച് ചൂടുവെള്ളം വെക്കാവോ എന്ന് ചോദിച്ചു. അങ്ങനെ ചൂടാക്കാനായിട്ട് വെള്ളം വെച്ചു. അതിന് ശേഷം നമ്മുടെ കടലയൊക്കെ എന്താ പറയുക, ഒന്ന് കഴുകി കുക്കറിലൊക്കെ ഇട്ടു. പിന്നെ ഉള്ളിയൊക്കെ അരിഞ്ഞ് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇട്ട് അടപ്പിലോട്ട് വേവാൻ വെച്ചു. അതിനിടയ്ക്ക് ഞാൻ ചായയൊക്കെ ഇട്ടെടുത്തു കേട്ടോ. ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇന്ന് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചില്ലെങ്കിൽ ഒരു സുഖമില്ല. അപ്പം ചായ കുടിച്ചുകൊണ്ട് ജോലി ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പം നമ്മുടെ അപ്പത്തിൻ്റെ മാവൊക്കെ റെഡിയായി, കുറച്ച് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയെടുത്തു. അപ്പം അപ്പം ചുടാനായിട്ട് തുടങ്ങി കേട്ടോ. അപ്പം നമ്മുടെ കടലയൊക്കെ ഏകദേശം വെന്തൊക്കെ ഇരിക്കുക. ഇനിയിപ്പോൾ അരപ്പെന്ന് പറയാൻ നമ്മുടെ പൊടികളൊന്ന് ചൂടാക്കി അതിനകത്ത് ഇടണം. വലിയ പണിയൊന്നുമില്ല. ഇപ്പോൾ രാവിലെ എഴുന്നേൽക്കുമ്പോൾ നല്ല ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. കാരണം ഇനിയിപ്പോൾ തണുപ്പ് സമയമാണ്. ഇനി അങ്ങോട്ട് നവംബർ തുടങ്ങി ഡിസംബറൊക്കെ ആകുമ്പോൾ നല്ല തണുപ്പ് സമയമാണ്. അപ്പോൾ ചെറുതായിട്ട് തണുപ്പൊക്കെ ഉണ്ട്. അപ്പോൾ കടലയൊക്കെ നമ്മുടെ ഒന്ന് വെന്ത് വന്നു കേട്ടോ. അപ്പോൾ കുറച്ച് കടല ഞാനൊന്നെടുത്ത് മാറ്റാമെന്ന് വിചാരിച്ച് നമുക്ക് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അരച്ചിട്ടൊന്ന് ചേർക്കാൻ വേണ്ടി അങ്ങനെ കുറച്ചൊക്കെ എടുത്ത് മാറ്റി. ഇത്രയും ദിവസം വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു കേട്ടോ. ഇന്നെന്തോ എഴുന്നേറ്റപ്പോൾ തൊട്ട് എന്തോ ഒരു 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 സുഖമില്ലായ്മ പോലെ. ചില ദിവസങ്ങളിൽ നമുക്കങ്ങനെയാണല്ലോ, എന്തോ ഒരു സുഖക്കുറവ് പോലെ, അറിയില്ല എന്താണെന്ന്. അങ്ങനെ അപ്പമൊക്കെ ചുട്ടെടുക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക്. കാരണം ഫസ്റ്റിലെ അവനെ ഒന്ന് റെഡിയാക്കി വിടുന്ന ഒരു തിരക്കായിരിക്കും നമുക്ക് രാവിലെ. കാരണം അവന് നാസ്ത കൊടുത്ത് വിടാനുള്ള ആ ഒരു ഇതിൽ അങ്ങനെ അപ്പം 2-3 എണ്ണം ചുട്ടെടുക്കണം. കണ്ടോ, അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ചായ മൊത്തം കുടിച്ച് തീർന്നില്ലായിരുന്നു. ചായ കുറച്ച് കുടിച്ചിട്ട് അവിടെ ബാക്കി വെച്ചിരുന്നു. പിന്നീട് അതും കൂടെ എടുത്ത് കുടിച്ചു. അപ്പോഴത്തേക്ക് ഇപ്പുറത്ത് ഞാനൊരു ചട്ടി വെച്ചു. എണ്ണയൊക്കെ ഒഴിച്ച് കടുകൊക്കെ ഇട്ട് പൊട്ടിക്കാനായിട്ട് ഇട്ടു. പിന്നെ നമ്മുടെ പൊടി, മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ എടുത്ത് അതൊക്കെ ഒന്ന് ആ എണ്ണയ്ക്കകത്ത് കടുക് താളിച്ചിട്ടൊന്ന് കടലയിലോട്ട് ഇട്ട് കൊടുത്തൊന്ന് തിളപ്പിച്ച് എടുക്കും. അപ്പം ഞാൻ പൊടിയൊന്ന് ചൂടായപ്പോഴത്തേക്ക് കുറച്ച് കടല ഇതിനകത്തിട്ട് ഇളക്കിയെടുത്ത് ആ ചട്ടിക്കകത്ത് തന്നെ ഇട്ട് ഇളക്കിയെടുത്തിട്ട് തിരിച്ച് നമ്മുടെ കുക്കറിൽ തന്നെ ഇട്ടൊന്ന് എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് നമ്മൾ അടപ്പേ വെച്ച് കൊടുക്കും. പിന്നെ ഉപ്പൊക്കെ ഉണ്ടോ എന്ന് നോക്കി കറക്റ്റ് ഉപ്പൊക്കെ ഇട്ട് കൊടുത്ത് വയ്ക്കും. പിന്നെ നമ്മുടെ എന്താ പറയുന്നത്, കടല കുറച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് തണുക്കാനായിട്ട്. അതൊക്കെ ഒന്ന് അരച്ച് ചേർത്ത് അതിനകത്ത് അതൊക്കെ ഓക്കെ ആക്കി എടുത്ത് കേട്ടോ. അങ്ങനെ വസുമ സ്കൂളിൽ പോകാനെല്ലാം റെഡിയായി. അവൻ പുസ്തകമൊക്കെ പെറുക്കി വെച്ചിട്ട് അവനിങ്ങനെ നടന്ന് പോവുക. അപ്പോൾ അവൻ ഓട്ടോയ്ക്കാണ് പോകുന്നത്. അപ്പോൾ ഇവിടുന്ന് കുറച്ചങ്ങോട്ട് ഇറങ്ങിയാൽ മതി. അങ്ങനെ അവനവിടെ പോയി. അവനെ പറഞ്ഞു വിട്ട് കുറച്ച് നേരം ഞാൻ അവൻ വണ്ടി കയറി പോകുന്നത് വരെ നോക്കി നിൽക്കും കേട്ടോ. ഇപ്പോഴും കുഞ്ഞാണ്, നമുക്കങ്ങനെയാണല്ലോ, അമ്മമാർക്ക് അങ്ങനെയാണല്ലോ. ഞാൻ ഇറങ്ങി വെളിയിൽ റോഡിൽ നിന്ന് ഇങ്ങനെ നോക്കും. എന്നും അങ്ങനെ തന്നെയാണ്. അവൻ വണ്ടി കയറി പോയി കഴിയുമ്പോഴേ ഒരു സമാധാനം. എന്നിട്ട് ഞാൻ തിരിച്ച് കയറി വരും. അപ്പം അങ്ങനെ കൊച്ചിനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിട്ടു. അതിന് ശേഷം വന്ന് പിന്നെ നമ്മൾ കാപ്പി കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ച് ചക്കക്കുരു കഴിഞ്ഞ ദിവസം കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം അതിൽ നല്ലതൊക്കെ നോക്കിയെടുത്തൊന്ന് തോരൻ വെക്കാമെന്ന് വിചാരിച്ചു. തോരനോ മെഴുക്ക് പുരട്ടിയോ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അതിനായിട്ട് അതെല്ലാം ഒന്ന് അതിൻ്റെ പുറംതൊലിയൊക്കെ കളഞ്ഞ് ഞാൻ വെള്ളത്തിനകത്തോട്ടിട്ട് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ ഓർത്ത് നമുക്ക് കുറച്ച് മോത ഇരിപ്പുണ്ടായിരുന്നു, മോത മീൻ. അപ്പോൾ അതൊക്കെ രാവിലെ തന്നെ ഞാനെടുത്ത് വെള്ളത്തിലൊക്കെ ഇട്ട് അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തൊക്കെ എടുത്ത് ഞാൻ കഷ്ണങ്ങളാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം മോതക്കറിയും വെച്ച് ചക്കക്കുരു മെഴുക്ക് പുരട്ടിയോ തോരനോ എന്തെങ്കിലും വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ചക്കക്കുരുവൊക്കെ വെള്ളത്തിലിട്ട് ഞാൻ അതൊരു 10-15 മിനിറ്റ് അതിനകത്തിരുന്ന് നല്ലപോലെ അതിൻ്റെ ആ തൊലിയൊക്കെ പൊളിഞ്ഞ് കഴിയുമ്പം വേണം. മൊത്തവും പൊളിച്ച് കളയത്തില്ല, ചുരണ്ടി കളയത്തില്ല, കുറച്ച് ചുരണ്ടി കളഞ്ഞിട്ടാണ് ഞാൻ എടുക്കുന്നത്. അപ്പം മീൻകറി വെക്കാനായിട്ട് ഞാൻ ചട്ടിയൊക്കെ വെച്ചു. ചൂടായി വന്നപ്പോൾ എണ്ണയൊക്കെ ഒഴിച്ച് നമ്മുടെ ഉലുവയും കടുകും നമ്മൾ സാധാരണ വെക്കുന്ന പോലെ. പിന്നെ ഇന്ന് ഇച്ചിരി വെറൈറ്റി പോലെ ഞാൻ മാറ്റി പിടിച്ചിട്ടുണ്ട്. കാരണം മുളക് കറിയല്ല വെക്കുന്നത്. മുളക് കറി നമ്മൾ ആദ്യമേ എന്താ പറയുന്നത്, ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചതച്ചിട്ട് പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ടൊന്ന് മൂപ്പിച്ചതിന് ശേഷം പിന്നെ പൊടികളൊക്കെ ഇട്ട് കൊടുത്തു.
അങ്ങനെ പൊടികൾ നമ്മുടെ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് മൂത്തതിന് ശേഷം നമ്മുടെ പുളിവെള്ളമൊക്കെ ഒഴിച്ച് കൊടുത്ത് പുളിവെള്ളവും പുളിയും കൂടെ ഇട്ട് കൊടുത്ത് പിന്നെ ആവശ്യത്തിന് വെള്ളവും കൂടെ ഒഴിച്ച് കൊടുത്ത് കേട്ടോ. ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്ത് ഉപ്പൊക്കെ ഇട്ട് ഇളക്കിയിട്ട് അടപ്പ് വെച്ച് അടച്ച് അരപ്പൊക്കെ തിളച്ച് വന്നപ്പോഴത്തേക്ക് പിന്നെ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്തു. നമ്മുടെ മോതമീൻ, ഞാൻ മോതമീൻ ആദ്യമായിട്ടാണ് കറി വെക്കുന്നതെന്ന് തോന്നുന്നു. അങ്ങനെ മീനൊക്കെ പെറുക്കിയിട്ട് കൊടുത്ത് അടച്ചു വെച്ച് കേട്ടോ. അതിന് ശേഷം ഞാനുണ്ടല്ലോ നമ്മുടെ ദീപാവലിക്ക് കേട്ടാൽ ചിരി വരും. കാരണം ദീപാവലിക്ക് കത്തിച്ച് വെച്ച ചിരാതുകളായത് മൊത്തം. കാരണം ആ സമയത്ത് നമ്മുടെ ദീപാവലി കഴിഞ്ഞപ്പോൾ നല്ല മഴയായിരുന്നു. ഞാനത് പിന്നെ കഴുകി പെറുക്കി വെക്കാനൊക്കെ മറന്നു പോയതല്ല, വെയിൽ വരട്ടെ എന്ന് ഓർത്ത് ഇങ്ങനെ നിന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് കഴുകി വെയിലത്ത് കൊണ്ട് വെച്ച് കേട്ടോ. അടുത്ത വർഷത്തേക്ക് നമുക്ക് എടുക്കണമല്ലോ. അപ്പോൾ ചിരാതൊക്കെ കഴുകി കൊണ്ട് വെച്ചതിന് ശേഷം മീൻകറി അടുപ്പയിലാക്കിയിട്ട് ഞാൻ വന്നു. തലയിൽ കഴിഞ്ഞ ദിവസം തലേ ദിവസം ഷാമ്പൂ ഒക്കെ ഇട്ട് കഴുകിയത്. അപ്പം എനിക്കാണെങ്കിൽ ഷാമ്പൂ ഇട്ട് കഴുകി ഒരു ദിവസം ഒക്കെ ഞാൻ കഷ്ടിച്ച് പിടിച്ച് നിൽക്കും. പിറ്റേ ദിവസമാകുമ്പോൾ എനിക്ക് എണ്ണ തേച്ചില്ലേ തലവേദന എടുക്കും. അപ്പം ഞാൻ എണ്ണയൊക്കെ ഒന്ന് തലമുടിയിൽ തേക്കാമെന്ന് ഓർത്ത് അങ്ങനെ എണ്ണയും കൊണ്ടൊക്കെ വന്നു. അപ്പം ഞങ്ങളെല്ലാവരും കാച്ചിയ എണ്ണ തന്നെയാണ് തേക്കുന്നത് കേട്ടോ. ഞാൻ സെപ്പറേറ്റായിട്ട് ആർക്കും അങ്ങനെ ഇതാക്കിയിട്ടില്ല. ഞങ്ങൾ 4 പേരും ഈ കാച്ചിയ എണ്ണ തന്നെയാണ് തേക്കുന്നത്. കുഞ്ഞിനും ഞാനത് തന്നെ തേച്ച് കൊടുക്കുന്നത്. അപ്പം അവനും കൂടെ തലയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്തു. അപ്പം അങ്ങനെ കാര്യമൊക്കെ പറഞ്ഞ് നിന്നിട്ട് പിന്നെ ഞാനും കൂടെ എണ്ണ തേക്കാനായിട്ട് തുടങ്ങി. മുടിയൊന്നും ഇപ്പം ഇല്ല, ഉള്ള മുടിയെല്ലാം കൊഴിഞ്ഞു പോയി. എത്ര കാച്ചിയ എണ്ണ തേച്ചിട്ടും വലിയ കാര്യമൊന്നുമില്ല. കാരണം നമ്മുടെ വെള്ളം അതുപോലത്തെ ഇതായിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. വെള്ളത്തിൻ്റെ ആണെന്ന് തോന്നുന്നു. നന്നായിട്ട് മുടി കൊഴിയുന്നുണ്ട്. ചുമ്മാ നീളം മാത്രം ഒരു ശകലമുണ്ട്. മുടിക്കൊന്നും കട്ടിയും ഉള്ളൂ ഒന്നുമില്ല. മുടിയൊക്കെ നന്നായിട്ട് പോയി. പണ്ടൊക്കെ നാട്ടിൽ നിൽക്കുമ്പോഴൊക്കെ നന്നായിട്ട് മുടിയുണ്ടായിരുന്നു. എൻ്റെ അമ്മയുടെ ഒന്നും മുടിയുടെ 1/4% മുടി പോലും എനിക്കില്ല എന്നുള്ളതാണ് സത്യം. സങ്കടമാണ് എനിക്ക് മുടി പോകുന്നത്. സത്യം ആദ്യമൊക്കെ കുറേ കൊഴിഞ്ഞിങ്ങനെ പോകുമ്പോൾ അങ്ങ് ഭയങ്കര വിഷമമായിരുന്നു. പിന്നീട് ഞാനിപ്പോൾ അങ്ങനെ മൈൻഡ് ചെയ്യാറില്ല. ടെൻഷൻ അടിച്ചിട്ടോ വിഷമിച്ചിട്ടോ കാര്യമില്ലല്ലോ. എന്നാലും ഇപ്പോൾ വീണ്ടും അതുപോലെ അങ്ങ് മുടി അറ്റം കൊണ്ടൊക്കെ അങ്ങ് പൊട്ടി പൊട്ടി പോകുന്നത് പോലെയാണ് മുടി. അങ്ങനെ എണ്ണയൊക്കെ തേച്ചിട്ട് വന്ന് കൈയൊക്കെ കഴുകിയിട്ട് നേരെ വന്ന് നമ്മുടെ മീൻകറിയൊക്കെ ഏകദേശം ഒരു 3/4% വെന്ത് കേട്ടോ. അപ്പോഴത്തേക്ക് ഞാൻ കുറച്ച് തേങ്ങ തിരുകി അരച്ചെടുത്തിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ആ അരപ്പും കൂടെ ഒഴിച്ച് കൊടുത്ത് ഇനിയിപ്പോൾ ഒരു 2-3 മിനിറ്റും കൂടി ഇരുന്ന് അതൊന്ന് തിളച്ച് സെറ്റായി വരും. മീൻ അപ്പോഴത്തേക്ക് സെറ്റായി വരും. അതാ ഞാൻ പറയുന്നത് ഞാൻ തേങ്ങ അരച്ചാണ് കറി വെക്കുന്നതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം അതാ, മുളക് കറിയല്ലെന്ന്. നമ്മുടെ മീൻകറി റെഡിയായി, മോദക്കറി റെഡിയായേ. അപ്പോൾ അടുത്ത പരിപാടി ഇനി എന്താ, അങ്ങനെ നമ്മുടെ മീൻകറിയൊക്കെ സെറ്റായി വന്നു കേട്ടോ. അതിനിടയ്ക്ക് ഞാനാണ് ചക്കക്കുരുവൊക്കെ നന്നായിട്ട് ചുരണ്ടി നന്നായിട്ട് കീറി കഷ്ണങ്ങളൊക്കെ ആക്കി അരിഞ്ഞൊക്കെ എടുത്തിട്ടുണ്ട്. പിന്നെ അതിനകത്തോട്ട് ഒരു സവോളയുടെ പകുതിയും 2 പച്ചമുളകൊക്കെ ഒന്ന് കീറിയിട്ട് ഞാൻ തോരൻ വെക്കണ്ടെന്ന് വിചാരിച്ചു, മെഴുക്ക് വരട്ടാന്ന് വിചാരിച്ചാൽ ചെറിയൊരു ചട്ടി അങ്ങോട്ട് വെച്ച് കുറച്ച് എണ്ണയൊക്കെ ഒഴിച്ച് പിന്നെ മെഴുക്ക് വരട്ടിക്കായിട്ട് അതൊക്കെ തട്ടിയിട്ട് കൊടുത്തു. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ അതിനകത്ത് ഇട്ടിട്ടുള്ളൂ. പിന്നെ ഞാൻ 2 വെളുത്തുള്ളി അതിനകത്ത് ചതച്ചിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ചക്കക്കുരു അല്ലേ, വെളുത്തുള്ളി എല്ലാത്തിനും നല്ലതാണല്ലോ. അപ്പം ഞാൻ അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതൊക്കെ ഒന്ന് ഇളക്കി കൂട്ടി എന്താ പറയുന്നത്, അത് വേവാനായിട്ട് വെക്കണം. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ച് വെച്ചു. അപ്പോൾ ഏകദേശം അങ്ങനെ ചക്കക്കുരു ഒരു അര വേവായപ്പോഴത്തേക്കും ഞാൻ ഉപ്പിട്ട് കൊടുത്തു കേട്ടോ. ആദ്യമേ ഉപ്പിട്ടില്ല. അങ്ങനെ ഉച്ചക്കലത്തെ പരിപാടിയൊക്കെ ഏകദേശം കഴിഞ്ഞു. നമ്മൾ ഉച്ചയൂണൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വൈകുന്നേരമായപ്പോൾ നമ്മൾ നേരെ മാർക്കറ്റിലോട്ട് പോയി കേട്ടോ, മീൻ വാങ്ങാനായിട്ട്. മീൻ വാങ്ങാൻ പോയാൽ പിന്നെ അതിൻ്റെ ഇടയ്ക്ക് കയറിയ ആളുകളെ ഒന്നും നമുക്ക് തിരിച്ചറിയത്തില്ല കേട്ടോ. അതിൻ്റെ ഇടയ്ക്ക് കൂടി ഇടിച്ച് കയറിയൊക്കെ വേണം മീൻ മേടിക്കാനായിട്ട്. അങ്ങനെ പോയി മീൻ മേടിച്ചാൽ ഈ മീൻ മേടിച്ചുകൊണ്ട് വന്ന് ഇതെന്താ വറ്റയെന്നോ എന്തോ പറയുന്നത് അല്ലേ, വറ്റയെന്നോ പാരയെന്നോ എന്തോ പറയുന്നത് എനിക്കറിയില്ല. പാരയെന്നാന്ന് തോന്നുന്നു, ഞങ്ങളുടെ അവിടെയൊക്കെ പാരയെന്നാണ് പറയുന്നത്. അപ്പോൾ ഇന്ന് മീൻ അധികമൊന്നും ഇല്ലായിരുന്നു. അധികമെന്ന് പറയുന്നത് നമുക്കങ്ങോട്ട് നമ്മൾ വാങ്ങുന്ന മീനൊന്നും അധികം ഇല്ലായിരുന്നു. അപ്പം ഞാൻ ഈ പാരയും മേടിച്ചുകൊണ്ട് വന്നു. 4 പാര കിട്ടി. പറക്കാവല്ലോ എന്ന് വിചാരിച്ച് പാരയൊക്കെ മേടിച്ചുകൊണ്ട് വന്നു. പിന്നെ അതൊക്കെ ഒന്ന് എന്താ പറയുന്നത് വെട്ടിക്കഴുകാനായിട്ട് തുടങ്ങി. കത്രികയാണെങ്കിൽ ഒട്ടും മൂർച്ചയില്ല. അപ്പം ഞാൻ കത്രികയ്ക്ക് ഓർഡർ കൊടുത്തിട്ടുണ്ട്, വരും. ഇത് നാട്ടിലെ കത്രികയാണ് കേട്ടോ, നല്ല കത്രികയായിരുന്നു. ഒത്തിരി നാൾ നിന്നു ഈ കത്രിക. പിന്നെ ഞാൻ കത്തി കൊണ്ട് തന്നെ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തിട്ട്, ഇത് നമുക്ക് തൊലി ഉരിച്ച് കളയേണ്ടതാണല്ലോ. അപ്പോൾ ഇപ്പോൾ ഏകദേശം വൈകുന്നേരം ഞാൻ പറഞ്ഞില്ലേ 6 മണി കഴിഞ്ഞപ്പോഴാണ് നമ്മൾ മാർക്കറ്റിൽ പോയി. ഇപ്പോൾ 7 മണി അടുത്തായി. ഇനിയിപ്പോൾ ഇതൊന്നും
വറക്കാനായിട്ടൊക്കെ പുരട്ടി വെക്കണം. വൈകുന്നേരം തന്നെ വറക്കാനായിട്ട് എടുക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഇത് വെട്ടാൻ വലിയ പാട് കത്രിക നല്ല കത്രികയൊക്കെ ആണെങ്കിൽ നന്നായിട്ട് പെട്ടെന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അങ്ങനെ മീനൊക്കെ വെട്ടിക്കൊണ്ട് നിന്നപ്പോഴത്തേക്ക് എൻ്റെ ദേവൂട്ടൻ അങ്ങോട്ട് വന്നിട്ടുണ്ട്. അവിടെ വന്ന് ഓരോന്ന് ചോദിച്ചുകൊണ്ടൊക്കെ നിൽക്കുമായിരുന്നു. ഇടയ്ക്ക് അവന് വെള്ളം വേണം, അത് വേണം. പിന്നെ ഞാൻ പറഞ്ഞങ്ങോട്ട് വിട്ടു. അങ്ങനെ മീനിൻ്റെ ഉടുപ്പൊക്കെ ഞാൻ ഊരിയെടുത്തു ഒരുവിധം കേട്ടോ. ഒരുവിധം എന്ന് പറഞ്ഞാൽ ചെറിയൊരു തുണിയും കൂടെ ഞാൻ എടുക്കും. പക്ഷേ അറിയാത്തവർക്ക് അത് എളുപ്പ വഴിയാണ് കേട്ടോ. നമ്മുടെ ഈ തൊലി ഉരിക്കേണ്ട മീനിനൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് പോകുമല്ലോ. നമ്മൾ ഉരിക്കാനിങ്ങനെ കൈ വിരലിങ്ങനെ തെന്നി തെന്നി പോവും. അപ്പം ഒരു ചെറിയൊരു കോട്ടൺ തുണി എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ ഇരിഞ്ഞാൽ മതി, പെട്ടെന്ന് വരും കേട്ടോ. അങ്ങനെ മീനൊക്കെ ഞാൻ വെട്ടിക്കഴുകി റെഡിയാക്കി എടുത്തു കേട്ടോ. റെഡിയാക്കി എടുത്തു. അതൊക്കെ ഒന്ന് വരഞ്ഞിട്ട് പിന്നെ നമ്മുടെ അരപ്പുകളൊക്കെ മുളക് പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉപ്പും കുരുമുളക് പൊടിയൊക്കെ ഇട്ട് നന്നായിട്ട് പുരട്ടിയെടുത്തൊരു അരമണിക്കൂറിന് വെച്ചിരിക്കുക. അരമണിക്കൂറൊന്നും വെക്കാൻ സമയം ഇന്നില്ലായിരുന്നു. കാരണം എന്ന് വെച്ചാൽ അപ്പൂസിന് പോകാറൊക്കെ ആയായിരുന്നു. പെട്ടെന്ന് പുരട്ടിയിട്ടൊന്ന് ഇനി ഒരു 10 മിനിറ്റെങ്കിലും മിനിമം വെക്കണം. അങ്ങനെ മീൻ അവിടെ 10 മിനിറ്റൊക്കെ വെച്ചു. ആ സമയം കൊണ്ട് പിന്നെ ഞാൻ പോയി പെട്ടെന്നൊന്ന് മേലൊക്കെ കഴുകിയിട്ട് വന്നു കേട്ടോ. ഇന്ന് വിളക്കൊക്കെ കത്തിച്ചത് അപ്പൂസാണ്. ഞാൻ പോയി മേലൊക്കെ കഴുകിയിട്ട് വന്ന് ഇനിയിപ്പോൾ മീനൊക്കെ വറുത്തൊന്ന് എടുക്കണം. അപ്പം നമ്മുടെ ഇന്നത്തെ ഏകദേശം വീഡിയോ ഇവിടെ അവസാനിക്കാറായി. ഒന്നുമില്ലാത്ത ഒരിച്ചിരി അവിടെ ഇവിടെയൊക്കെ ആയിട്ട് മാത്രമേ കാണിച്ചിട്ടുള്ളായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ, എനിക്കിന്നൊരു സുഖമില്ലായിരുന്നു. എന്താ പറയുന്നത്, നമുക്ക് ചില ദിവസങ്ങളിൽ അങ്ങനെയാണല്ലോ. അപ്പോൾ ചെറിയൊരു കുറച്ച് ഭാഗങ്ങളൊക്കെയാണ് കാണിച്ചിരിക്കുന്നത്. അങ്ങനെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. ചെറിയൊരു വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ടൊക്കെ കാണും വരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ, ഗുഡ് നൈറ്റ്. അപ്പം മീനൊക്കെ ഇനി വറുത്തെടുക്കട്ടെ. മീനൊക്കെ വറക്കാനായിട്ട് വെച്ചു ചട്ടിയിലോട്ട്. ആ 2 മീനും ഞാൻ അതിനകത്ത് അഡ്ജസ്റ്റ് ചെയ്ത് ആ ചട്ടിയിൽ വെച്ചു കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, കമൻറ്റ്, ഷെയർ, സബ്സ്ക്രൈബൊക്കെ ചെയ്യുക. അപ്പോൾ ബൈ.